ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ വേദപുസ്തകം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് രാത്രിയിൽ തിരിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് കൂടെ വരുമ്പോൾ അവിടെയും മറ്റൊരു ഭാഗം നമ്മൾ കാണുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. സ്തോത്രം. നാം ആരംഭത്തിൽ വായിച്ചത് മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യവും മത്തായി സുവിശേഷം തന്നെ 1-ാം അധ്യായം 22-ാമത്തെ വാക്യവും ആണ്. ഈ രണ്ട് ഭാഗത്തും ഒന്ന്, പ്രവാചകൻ കാലങ്ങൾക്ക് മുൻപേ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും അഥവാ മശിഹയുടെ വരവിനെക്കുറിച്ച് അതെപ്രകാരം ആയിരിക്കും എന്ന് പ്രവചിച്ച ആ ദൈവമനുഷ്യൻ പ്രവചിച്ച വാക്കുകളാണ് മത്തായി എന്ന അപ്പോസ്തലൻ തൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. സ്തോത്രം. എന്താ അവൻ്റെ പേര്? ആ പേരിൻ്റെ അർത്ഥം എന്താ? ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. സ്തോത്രം. ഈ പ്രവചനം നിവർത്തിയായി. ക്രിസ്തുവിൻ്റെ ജനനം നടന്നു. 30 കൊല്ലം അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരുന്നു. ബാക്കിയുള്ള 3.5 കൊല്ലം തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്കാണ്, അഥവാ സ്തോത്രം, സ്വർഗാരോഹണം ചെയ്യുവാൻ ആ സമയത്ത് ആ സ്വർഗാരോഹണത്തിൻ്റെ തൊട്ടു മുൻപേ തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി പോകുന്നതിൻ്റെ തൊട്ട് മുൻപ് പറഞ്ഞ ചില വാക്കുകളിൽ ഒരു വാക്കാണ് 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിച്ചത്. എന്താ അവിടെ പറഞ്ഞേ? ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഇന്ന് ഈ രാത്രി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൂതിതാണ്. യേശു ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഇരിക്കുന്നവനാണ്. ആരാണ് യേശു? ആരാണ് യേശു? സ്തോത്രം. നമ്മളോട് കൂടെ ഇരിക്കുന്നവൻ, നമ്മോട് കൂടെ ഇരിക്കുന്നവൻ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മൾ സേവിക്കുന്ന യേശു ആരാണ്? നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ആരാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവ് ആരാണ്? ഇന്നു രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ആരാണ്? ലോകത്തിൽ
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്തോത്രം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിൽ ആമേൻ നിന്നുകൊണ്ട്, പല വേദികളിൽ നിന്നുകൊണ്ട്, പല ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രസംഗിക്കുന്ന ഈ നാമത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഈ യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ലോകം അവസാനിക്കുന്നത് വരെ നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ഒരു മനുഷ്യൻ്റെ ആയുസ് 60, 70, 80 അല്ലേ? ഇങ്ങനെ സ്തോത്രം ചിലരൊക്കെ അതിൽ കൂടുതൽ ഇരിക്കാറുണ്ട്. എന്നാൽ ഈ ചുരുങ്ങിയ കാലയളവിനകത്തു പോലും പലർക്കും പലരോടും കൂടെ ഇരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ഈ ചുരുങ്ങിയ ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലത്തിനകത്ത് ആമേൻ സ്തോത്രം അതിലും ആമേൻ ഹല്ലേലൂയ അതിലും പകുതിയുടെ പകുതി അല്ലെങ്കിൽ അതിൻ്റെ പകുതി ആമേൻ സ്തോത്രം കൂടെ ഇരിക്കാൻ ഹല്ലേലൂയ സ്തോത്രം ഒരു കൂട്ടിനായി അല്ലെങ്കിൽ ഒരു തുണയായി നമ്മളോട് കൂടെ ഇരിക്കുന്നവർ പോലും നമ്മളോട് കൂടെ ഇരിക്കാൻ മനസ്സാകാത്ത ചില നാളുകൾ കഴിയുമ്പോൾ മനസ്സില്ലാതാകുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഒരപ്പൻ ആമേൻ സ്തോത്രം ഒരമ്മ താൻ നൊന്ത് പ്രസവിച്ച് തൻ്റെ മക്കളെ പോലും ഉപേക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഇന്നു രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഒരുവൻ നമ്മെ നോക്കി പറയുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്? ലോകം അവസാനിക്കുന്നിടത്തോളം കാലം നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിലെ പലരും നമ്മെ ഉപേക്ഷിക്കുന്നുണ്ടാകാം. ഈ ലോകത്തിലെ പലരും നമ്മെ ആമേൻ കളഞ്ഞിട്ട് പോകുന്നുണ്ടാകാം. ഈ ലോകത്തിലെ പലരും നമ്മെ ആമേൻ വിട്ടുകളയുന്നുണ്ടാകാം. ഈ ലോകത്തിലെ പലരും നമ്മെ സ്നേഹിക്കുന്നുണ്ടാകില്ലായിരിക്കാം. പക്ഷെ ഇന്നു രാത്രി ലോകം അവസാനിക്കുന്നിടത്തോളം കാലം വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സ്വീകരിക്കുക. ലോകാവസാനത്തോളം എല്ലാ നാളും ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഒരു വർഷത്തിന്റെ 12 മാസമുണ്ടെങ്കിൽ, ഒരു വർഷത്തിൽ 365 ദിവസമുണ്ടെങ്കിൽ, എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. ജീവിതത്തിൽ ദുഃഖം വരാം, ജീവിതത്തിൽ സന്തോഷം വരാം, ജീവിതത്തിൽ നല്ലൊരു കാലമുണ്ടാകാം, ജീവിതത്തിൽ കഷ്ടതയുണ്ടാകാം, ജീവിതത്തിൽ പ്രയാസമുണ്ടാകാം, ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാം, ജീവിതത്തിൽ ഞെരുക്കമുണ്ടാകാം, ജീവിതത്തിന്റെ ജീവിതം ഏതെല്ലാം മേഖലകളിലൂടെ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രി കർത്താവ് നിന്നെ നോക്കി പറയുന്നു, ഏത് സാഹചര്യമാണെങ്കിലും ഇന്ന് രാത്രി വിശ്വസിക്ക്, നിന്നെ വിട്ടേച്ചു പോകാത്തൊരു കർത്താവ്, നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചാലും, ഒരു ഭാര്യ തൻ്റെ പുരുഷനെയും മക്കളെ ഉപേക്ഷിച്ചാലും, അപ്പൻ ആമേൻ അമ്മ തൻ്റെ മക്കളെ ഉപേക്ഷിച്ചാലും, മക്കളപ്പനമ്മയെ ഉപേക്ഷിച്ചാലും, ഹല്ലേലൂയ, സ്നേഹിതർ തമ്മിലുള്ള സ്നേഹം അകന്നു പോയാലും, ഇന്നു രാത്രി വിശ്വസിക്ക്, തൻ്റെ അവസാന തുള്ളി രക്തം നൽകി നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവ്, അവൻ ഇന്നു രാത്രി നമ്മെ നോക്കി പറയുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല, ഞാൻ നിന്നെ വിട്ടേച്ചു പോകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം, ഹല്ലേലൂയ. ഇത് യേശു വന്ന ശേഷമല്ല, ഇത് യേശു ജനിച്ച ശേഷമല്ല, യേശു ആമേൻ സ്തോത്രം ക്രൂശിക്കപ്പെട്ട ശേഷമല്ല, അവസാനത്തുള്ള രക്തം നൽകിയ ശേഷമല്ല, യേശു സ്വർഗാരോഹണം ചെയ്ത ശേഷമല്ല. യേശു ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പ്രവചിച്ചു, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം
ബലമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. യേശുവിനെ കണ്ട ശേഷമല്ല ഈ ലോകത്തിൽ ജഡാവതാരമെടുത്ത് യേശു ദൈവപുത്രനായി ഈ ലോകത്തിൽ വന്ന ശേഷമല്ല ഈ വാക്ക് അവൻ ഈ ലോകത്തിൽ കേൾക്കുന്നത്. 1000 വർഷങ്ങൾക്ക് മുന്നമേ പ്രവാചകനിലൂടെ എന്റെ ദൈവം വിളിച്ചു പറഞ്ഞു, ഒരുവൻ വരുന്നുണ്ട്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, യേശു ലോകാവസാനത്തോളം നമ്മളോട് കൂടെ ഇരിക്കും. യേശു ലോകാവസാനത്തോളം നമ്മളോട് കൂടെ ഇരിക്കും. ആരെല്ലാം മാറിപ്പോയാലും നമ്മളോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി ഈ ദൂത് ഇപ്പോൾ ദൈവം എനിക്ക് തന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ സ്തോത്രം ഒരു മെസ്സേജുമായിട്ടല്ല ഞാൻ ഇന്ന് രാത്രി ഇതിനകത്ത് കയറി വന്നത്. ഞാൻ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ സ്തോത്രം നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആരംഭിച്ച ശേഷം ആമേൻ ഹല്ലേലൂയ നമ്മൾ ആരംഭ പാട്ട് പാടുന്നതിന് മുൻപ് തൊട്ട് മുമ്പ് ദൈവം എനിക്ക് തന്ന ദൂതിതാണ്. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, യേശു നമ്മോട് കൂടെ, യേശു നമ്മോട് കൂടെ, അവൻ ലോകാവസാനത്തോളം നമ്മോട് കൂടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? യേശു നമ്മുടെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ എന്തുവാ യേശു പറയുന്ന വാക്ക്? 28-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്ക് എന്താ? ലോകാവസാനത്തോളം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ്റെ ആയുസ് 60, 70, 80 ഒക്കെ അല്ലേ? അതിൽ കൂടുതൽ കിട്ടുന്നെങ്കിൽ ദൈവം തരുന്നതല്ലേ, ദൈവത്തിൻ്റെ ദാനമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചുരുങ്ങിയ വർഷം, ഈ ചുരുങ്ങിയ കാലയളവാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് അല്ലേ? ഒരു ചുരുങ്ങിയ കാലയളവാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്. ലോക അവസാനത്തോളം ഒരു ദിവസം എന്നാണോ സജി ബ്രദറെ? 2 ദിവസം എന്നാണോ? അല്ല, എല്ലാ നാളും. എത്ര നാളാ? ഉപവസിക്കുമ്പോൾ മാത്രമാണോ? ഒരു വർഷത്തിൻ്റെ ആരംഭമായ ജനുവരി മാസം 1-ാം തീയതി മാത്രമാണോ? സ്വതന്ത്രം. എല്ലാ വർഷവും ഈസ്റ്ററും അല്ലേ, ഗുഡ് ഫ്രൈഡേ ഒക്കെ വരുന്നു. ആ ഈസ്റ്ററും ഗുഡ് ഫ്രൈഡേയും ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസും മാത്രമാണോ? അല്ല. പിന്നെ എപ്പോഴാ? എല്ലാ നാളും 365 ദിവസവും. എന്താ വാക്ക്? എല്ലാ നാളും. അതിൻ്റെ അർത്ഥം എന്താ? ഒരു വർഷത്തിൻ്റെ 365 ദിവസവും അവൻ നമ്മളോട് കൂടെ ഇരിക്കുന്നവൻ. ഇനി ഒരു വാക്കുകൂടെ കിടപ്പുണ്ട്. എല്ലാ നാളും എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുക, ലോകം അവസാനിക്കുന്നിടത്തോളം കാലം, ലോക അവസാനത്തോളം. ഇവിടെയാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടേ. 60, 70, 80 വയസ്സല്ലേ ഒരു മനുഷ്യൻ്റെ ആയുസ്? പിന്നെന്തിനാ കർത്താവ് പറഞ്ഞ ലോകാവസാനത്തോളമെന്ന്? നിന്നോട് കൂടെ മാത്രമല്ല, നിന്റെ തലമുറയോട് കൂടെയും നിന്റെ തലമുറ പരമ്പരയോടുകൂടെയും ഞാൻ കൂടെ ഇരിക്കും. വിശ്വസിച്ചാട്ടെ. ഇന്നു രാത്രി പലപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ മക്കളെക്കുറിച്ചും ഭാരപ്പെടുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്റെ മക്കളോട് കൂടെ ഇരിക്കും, നിന്റെ തലമുറ പരമ്പരയോടുകൂടെ ഞാൻ ലോകാവസാനത്തോളം. സ്തോത്രം. ആമേൻ പറഞ്ഞേ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം.
സ്തോത്രം. മനുഷ്യൻ്റെ ആയുസ് പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത തലമുറയെക്കുറിച്ച്, വരുന്ന തലമുറയെക്കുറിച്ച് പ്രതീക്ഷ ഇല്ല. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറയുന്ന എന്താ? ലോകം അവസാനിക്കുന്നവരെ, ലോകം അവസാനിക്കുന്നിടം വരെ, ലോകം അവസാനിക്കുന്നിടം വരെ ഞാൻ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഞാൻ ഇച്ചിരി ദൂതിലോട്ട് വരട്ടെ. യെശയ്യാപ്രവചന പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വളരെ പ്രശസ്തവും പ്രസക്തിയുമുള്ളൊരു വചനം അവിടെ കിടപ്പുണ്ട്. ഒന്ന് വായിച്ചേ. സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു വചനമാണ്. ഒന്ന് വായിച്ചേ. യെശയ്യാവ് 41:10. നീ എന്ത് ചെയ്യണ്ട? ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഒന്നിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടണ്ട. നീ ഒന്നിനെ കുറിച്ച് ഓർത്ത് എന്ത് ചെയ്യണ്ട? ഭയപ്പെടണ്ട. അടുത്ത് ദൈവം പറയുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. മേലിലോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇത് ദൈവം തൻ്റെ ജനമാകുന്ന ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കാണ്. എന്താണ്? ഭയപ്പെടേണ്ട. ഹലോ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഒരു ഉറപ്പ് ഇന്ന് രാത്രി കർത്താവ് തരുന്നു. ഇന്ന് രാത്രി ഈ ദൂത് അതുപോലെ ഒന്ന് പിടിക്കാൻ പറ്റുമോ? നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. എത്ര വലിയ പ്രതികൂലങ്ങൾ ജീവിതത്തിനെതിരെ കയറി വന്നാലും ഇന്നു രാത്രി എൻ്റെ ദൈവം നിന്നെ നോക്കി പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. മത്തായി 1:22, 28, 20 നമ്മൾ കേട്ടതല്ലേ? കർത്താവ് നമ്മളോട് കൂടെയുണ്ടെന്ന്, കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുമെന്ന് യെശയ്യാവ് ഇവിടെ പ്രവചിക്കുന്നു. ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ വിഷയത്തിലുള്ളത് അല്ലെങ്കിലും താഴോട്ടൂടെ ഒന്ന് വായിച്ചേ. ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ എന്ത് ചെയ്യും? ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. അപ്പം ആര് സഹായിക്കും? ആര്? ദൈവം. ആമേൻ. ഇവിടുത്തെ ആരെല്ലാം സഹായിച്ചാലും ഇല്ലെങ്കിലും ദൈവം പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അടുത്തിരിക്കുന്നു, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അടുത്ത് വായിച്ചേ. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിക്കത്തക്ക രീതിയിലായിരിക്കും ദൈവം നിന്നോട് കൂടെ ഇരുന്നാൽ. അടുത്ത നിന്നോട് വിവാദിക്കുന്നവർ. ഒറ്റ വാക്യം മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ, നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. ഇനി ഞാൻ ചോദിക്കട്ടെ, അവർ നശിക്കാൻ വേണ്ടി നമ്മൾ വല്ലതും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടോ? പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു, ഒരുത്തൻ്റെ നശിപ്പിക്കാൻ വേണ്ടി അവനെതിരെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനൊരു പരിപാടി വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലില്ല. ആമേ. ഒരാൾ നിനക്ക് ദോഷം ചെയ്താൽ, ഒരാൾ നിനക്കെതിരെ പറഞ്ഞ് സംസാരിച്ചാൽ, ഒരാൾ നിനക്കെതിരെ ചെയ്താൽ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ആ ആളിനെതിരെ പറയാനും ആ ആളിനെതിരെ പ്രവർത്തിക്കാനും ആ ആളിനെതിരെ ഇരുന്ന് മുട്ടുമേ പ്രാർത്ഥിക്കാനും ഒന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥയില്ല. ഒരൊറ്റ കാര്യം മതി. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. ഞാൻ അതിങ്ങനെ പറയാൻ താല്പര്യപ്പെടും. ദൈവം എൻ്റെ ഉള്ളിൽ അങ്ങനെ തരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം. ഹല്ലേലൂയ. ആരൊക്കെ നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും, ആരെല്ലാം നിങ്ങളെ താങ്ങിയില്ലെങ്കിലും, ആമേൻ, ആരെല്ലാം നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നുണ്ടെങ്കിലും, ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്ന ഉറപ്പുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. ദൈവം നമ്മളോട് കൂടെ ഉണ്ടോ എന്ന് നോക്കണം.
ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പം, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പം, ജീവിതത്തിൽ പോരാട്ടങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ, ആരും സഹായിക്കാനും താങ്ങാനും ഇല്ലാതെ ഉള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഒന്ന് ശക്തീകരിക്കാൻ നമുക്കാരുമില്ലാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഇന്ന് രാത്രി നോക്കണം, എൻ്റെ ദൈവം കൂടെ ഉണ്ടോന്ന്. അടുത്ത് 11 വാക്യം മുതൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. നിന്നോട് ഒന്ന് കോപിച്ചിരിക്കുന്നവർ, അടുത്ത് നിന്നോട് വാദിക്കുന്നവർ നശിച്ച്, അടുത്ത് നിന്നോട് പോരാടുന്നവരെ നീ എന്ത് ചെയ്യും? ഇന്ന ആളെ കാണാനില്ല, കുറച്ച് ആളായിട്ട് എന്ത് കഴിയില്ല. നമ്മൾ അന്വേഷിക്കും, പക്ഷെ എന്തില്ല, കാണത്തില്ല. ആമേൻ. അടുത്ത് നിന്നോട് യുദ്ധം ചെയ്യുന്നവർ ആ ആ ആ ആ ആ ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഈ 11 വാക്യത്തിലെ പോരാട്ടങ്ങളല്ല, ഈ 11 വാക്യത്തിലെ പ്രയാസങ്ങളല്ല, നിന്റെ ജീവിതത്തിനെതിരെ ഉണ്ടാകുമെന്ന് അറിയാവുന്ന ദൈവം തുടക്കത്തിലെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. മനസ്സിലായോ? കോപിക്കുന്നവർ, പോരാടുന്നവർ, അല്ലേ? താഴോട്ട് കുറച്ച് കാര്യങ്ങൾ 11 വാക്യത്തിൽ കാണുന്ന 1, 2, 3 കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിനെതിരെ വരുമ്പം ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി അതുപോലെ ഒന്ന് പിടിച്ചേ. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ വേറെ ഒന്നും ചെയ്യണ്ട, നീ മിണ്ടാതെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി കൂടെ. മനസ്സിലായോ? നിൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നീ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി, ബാക്കി കാര്യം ദൈവം ചെയ്തോളും. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കലും ഇസ്രായേൽ മക്കളും ഫെലിസ്തീനും തമ്മിൽ യുദ്ധം ഉണ്ടായി. ആരൊക്കെ യുദ്ധം ഉണ്ടായേ? ഇസ്രായേൽ മക്കളും ഫെലിസ്തീനും തമ്മിൽ യുദ്ധം ഉണ്ടായി. ഈ യുദ്ധം ഉണ്ടായ സമയത്ത് ശമൂവേൽ ഒരു കാര്യം ചെയ്തു, ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എബനേസർ, എബനേസർ. എന്തുവാ അതിൻ്റെ അർത്ഥം? ദൈവം നമ്മളെ എന്ത് ചെയ്യും? സഹായിക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ജീവിതത്തിനെതിരെ ചില പോരാട്ടങ്ങൾ വരുമ്പോൾ, ജീവിതത്തിനെതിരെ നിന്നെ കൊന്നുകളയുമെന്ന ദേശത്തിൽ നിനക്കെതിരെ കൊലവിളി ഉയർത്തുമ്പോൾ, നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ, ഈ രാത്രി വായു തുറന്ന് വിളിച്ചു പറ, ക്രിസ്തുവാകുന്ന പാറ എനിക്ക് വേണ്ടി ഉള്ളത് കൊണ്ട്, എന്നെ സഹായിക്കാൻ അവൻ ഉള്ളത് കൊണ്ട്, എന്നെ സഹായിക്കാൻ ഒരു ദൈവം ഉള്ളത് കൊണ്ട് ശത്രുവിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ വിട്ടു ഓടത്തക്ക വണ്ണം എൻ്റെ ദൈവം എന്നെ സഹായിക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചിലർ എബനേസർ അനുഭവിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ എബനേസർ വെളിപ്പെടാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിൽ എബനേസർ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ സഹായം നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ്. യെസ്, വിളിച്ചു പറ, അവൻ എബനേസറായി എൻ്റെ കൂടെയുണ്ട്, അവൻ ഇമ്മാനുവേലായി എൻ്റെ കൂടെയുണ്ട്. കാരണം അവൻ യെശയ്യാ പ്രവചിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഞാൻ ഇച്ചിരി ഇവിടെ 1-2 കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അടുത്ത ദൂതിലേക്കൊന്ന് കയറട്ടെ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 18 മുതലൊന്ന് വായിക്കണേ. ഇന്ന് രാത്രി ശക്തമായ ദൂതുകൾ അതിനകത്ത് കിടക്കുന്നേ. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യം. ഇന്ന് രാത്രി വചനം ഞാൻ അതുപോലെ നിങ്ങളിലേക്ക് പകരുകയാണ്. ദൈവം, കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എങ്ങനെ വിടുകയില്ല? എങ്ങനെ? ഞാൻ ഇന്ന് രാത്രി ഞാനത് ആത്മാവിൽ കണ്ടുകൊണ്ടായി ഈ വചനം പറയുന്നേ.
വിടുകയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ? നിന്റെ വലം കൈക്ക് ഒരുവൻ പിടിച്ചിട്ടുണ്ട്. നിന്റെ വലം കൈക്കൊരുവൻ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ആരെല്ലാം കൈവിട്ടു പോയാലും, ആരെല്ലാം നിന്നെ വിട്ടേച്ചു പോയാലും, കർത്താവ് ഇന്ന് രാത്രി നിന്നെ നോക്കി പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അടുത്ത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. സ്തോത്രം പറഞ്ഞേ. കർത്താവ് പറയുവാ, ഞാൻ സ്വർഗത്തിരുന്ന് വിളിക്കാട്ടോ. അല്ലേ? നമ്മൾ ഫോൺ എടുത്ത് നമ്മുടെ പരിചയക്കാരെയോ ബന്ധുക്കളെയോ നമ്മുടെ വീട്ടുകാരെയോ നാട്ടുകാരെയോ ഒക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ കർത്താവ് പറഞ്ഞില്ല, ഞാൻ പോയിട്ടേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാട്ടോ എന്നാണോ? അങ്ങനല്ല. കർത്താവ് പറയുന്നത് എന്താ? ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അത് ചെറിയ വീടാണേലും വരും, അത് വലിയ വീടാണേലും വരും. അത് ചെറിയ സാഹചര്യത്തിലാണേലും വരും, അത് വലിയ സാഹചര്യത്തിലാണേലും വരും. ആമേൻ, സ്തോത്രം. അത് വാടക വീടാണേലും വരും, അത് സ്വന്തം ഭവനമാണേലും വരും. ഏത് സാഹചര്യമല്ല ഇന്നു രാത്രി കർത്താവിന് വിഷയം. ഈ രാത്രി കർത്താവ് നിന്നെ നോക്കി പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇനി ഒന്ന് വായിച്ചു വിട്ടേ. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്ത് ചെയ്യില്ല? കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പെയുള്ള സംഭവമാണ്. കർത്താവ് പറയുന്ന ചില സമയങ്ങൾ ശിഷ്യന്മാരോടുമായിട്ട് സ്പെൻഡ് ചെയ്തപ്പോൾ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ചൊന്ന് കഴിഞ്ഞാൽ ലോകം എന്ത് ചെയ്യില്ല? യേശുവിനെ ആരും എന്ത് ചെയ്യില്ല? കാണത്തില്ല. അടുത്ത, നിങ്ങളോ, ശിഷ്യന്മാരോട് പറയാം, നിങ്ങളോ, ഇന്ന് രാത്രി നമ്മളോട് പറയുന്ന കാര്യങ്ങളാ. നിങ്ങളോ എന്നെ എന്ത് ചെയ്യും? ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുക, യേശുവിനെ കാണുന്നുണ്ടോ? യേശുവിനെ കാണുന്നുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ അവസാനം വീണ്ടും ചോദിക്കും. ഈ ചോദ്യം അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് വായിച്ചേ. ഞാൻ ജീവിക്കുന്നുണ്ട്. പിടികിട്ടിയോ? മനസ്സിലായോ? പലപ്പോഴും ചാകേണ്ട പല സാഹചര്യങ്ങൾ വന്നിട്ടും നമ്മളെ ഇട്ടെടുത്ത് പുല്ല് കിളിർക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടും ഇന്നും നീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് ജീവിക്കുന്നുണ്ടാ. ഒരു സ്വത്രം പറഞ്ഞേ. പലരോടും ചോദിച്ചാൽ പലരും ഇങ്ങനെ പറയും, യേശു ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എന്താ തെളിവ്? വിളിച്ചു പറ, ഞാൻ ജീവിച്ചിരിക്കുന്നതാണ്. പറയാൻ പറ്റുമോ? ആമേ. പലരും ഈ ലോകത്തിൽ മരിച്ചു മൺമറഞ്ഞു പോയപ്പോ ഞാൻ ഇന്നും ഈ ഭൂമിയുടെ പരപ്പിൽ ജീവനോടെ ഇരിക്കുന്നത് തന്നെയാണ് എൻ്റെ യേശു ജീവനോടെ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അടുത്ത 20-ാം വാക്യം വായിച്ചേ. ഞാൻ എൻ്റെ പിതാവിലും. ഈ വാക്ക്, ഈ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ പിതാവിലും. യേശു ആരില? പറഞ്ഞേ. യേശു ആരില? യേശു പിതാവിൽ. അടുത്ത, നിങ്ങൾ എന്നിൽ. വീണ്ടും, ഞാൻ നിങ്ങളിൽ എന്ന് നിങ്ങൾ അന്നറിയും. ഈ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായോ? ലോകം എന്നെ കാണാത്തൊരു കാലം, ആ കാലത്തിലൂടെ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. മനസ്സിലായോ? ഈ കാലം അവസാനിക്കുന്നത് കർത്താവിൻ്റെ വരോടെയാ. ഞാൻ പറഞ്ഞത്ര മനസ്സിലായി? കർത്താവിൻ്റെ മധ്യാകാശത്തുള്ള കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവ്, രണ്ടാം മടങ്ങി വരവ് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ആമേൻ. എന്തൊക്കെ? യേശു പിതാവിൽ, നമ്മൾ യേശുവിൽ, യേശു നമ്മളിൽ എന്ന്
നിങ്ങൾ അറിയുന്നുണ്ടോ? അനുഭവിക്കുന്നുണ്ടോ? ഞാൻ യേശുവിലാണെന്ന് അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? യേശു എൻ്റെ ഉള്ളത്തിലുണ്ടെന്ന് അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എൻ്റെ പിതാവിൽ, അടുത്ത് ലാസ്റ്റ് പറയുന്നു ഞാൻ നിങ്ങളിൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ ത്രിയേക ദൈവം നമ്മുടെ ഉള്ളത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ചില ഭാരങ്ങൾ വരുമ്പോൾ, പലപ്പോഴും ചില നിരാശകൾ വരുമ്പോൾ, ദൈവസനെ മുട്ടുമടക്കുമ്പം വല്ലാത്തൊരു ആശ്വാസം, വല്ലാത്തൊരു സമാധാനം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോ, യേശു നിന്റെ ഉള്ളിലുണ്ട്. അടുത്തടുത്ത് വായിച്ചു വിട്ടേ. 23-ാമത്തെ വാക്യത്തിലേക്ക് വന്ന് യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ എന്ത് ചെയ്യും? സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ എന്ന് വെച്ചാൽ സ്വത്രം, അവിടെ കർത്താവ് ബഹുവചന ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങൾ അവൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ. മനസ്സിലായോ? പിതാവായ ദൈവവും പുത്രനും വന്ന് നമ്മുടെ അടുക്കൽ വന്ന് നമ്മളോട് കൂടെ വാസം ചെയ്യും. മനസ്സിലായോ? പകലെന്നില്ല രാത്രി എന്നല്ല വ്യത്യാസമില്ലാതെ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമ്മളോട് കൂടെ വന്ന് നമ്മളോട് കൂടെ വാസം ചെയ്യും. സ്വത്രം പറഞ്ഞേ. കർത്താവ് നമ്മളോട് കൂടെ വസിക്കുന്നുണ്ട്. വിശ്വസിക്കാമോ? ഇന്ന് രാത്രി ആരാധന കഴിഞ്ഞ് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ വസിക്കുക. രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ മനസ്സിലാക്കുക, നമ്മളോട് കൂടെ പിതാപുത്ര പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ വസിക്കും. അവൻ നമ്മോട് കൂടെ വസിക്കും. ആമേൻ. എങ്ങനെയാണ് നമ്മൾ വസിക്കുന്നത്? ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചാൽ അവൻ നമ്മളോട് കൂടെ ഇരിക്കുവാൻ ഇടയാകും. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? ആമേൻ. ഒരുപക്ഷെ നമ്മൾ ജോലി സ്ഥലത്താകാം, ഒരുപക്ഷെ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്തോത്രം, ഞങ്ങളൊരു ഭവനത്തിൽ വിസിറ്റിങ്ങിലേക്ക് പോയിട്ട് ഞാനും എൻ്റെ മാതാവുമായിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ ശക്തമായ മഴ വരികയാണ്. സ്തോത്രം പറഞ്ഞേ. ദൈവസാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുന്നതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് സ്തോത്രം, ഞങ്ങൾ അത് കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകണം. എന്നാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ വരേണ്ട ഒരു ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഈ യാത്ര നേരെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. ജസ്റ്റ് ഒന്ന് വീട്ടിലോട്ടൊരു 10 മിനിറ്റത്തേക്ക് കയറിയാനിടയായി. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ, ശക്തമായ മഴ വരുന്നു. ഈ മഴ വന്ന് ഇങ്ങനെ ആകാശത്തൊക്കെ കാർമേഘം ഇങ്ങനെ ഉരുണ്ട് കൂടുകയാണ്. എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാം. ആ ഒരു സാഹചര്യത്തിലൂടെ ഞാനിങ്ങനെ പെട്ടെന്ന് എന്നെ ദൈവം ആകാശത്തിലേക്ക് നോക്കിപ്പിച്ചു. സ്തോത്രം. നടന്ന സംഭവമാണ്. മിനിങ്ങാന്നല്ലേ? ഇന്നലെ നടന്ന സംഭവമാണ്. സ്തോത്രം. ഞാൻ മേളിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാനിടയായി. സ്തോത്രം. ആ മേഘത്തെ ദൈവം എന്നെ കാണിപ്പിച്ചിട്ട് അതിനകത്ത് നിന്ന് ദൈവം എന്നോട് സംസാരിച്ചു. ഒരു ദൂത്, ഒരു മെസ്സേജ് ദൈവം എനിക്ക് തരാനിടയായി. ഞാൻ എൻ്റെ മാതാവിനോട് ഇങ്ങനെ ആ ദൂത് പറഞ്ഞിട്ട്, ആ ഒരു പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ ദൈവം കൂടാരത്തിൽ നിന്ന് പുറത്തിറക്കി. ഇതുപോലെ രാത്രിയിൽ, അർദ്ധരാത്രിയിൽ, ആമേൻ, കൂടാരത്തിൽ നിന്ന് പുറത്തിറക്കിയിട്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മോനെ നീ ആകാശത്തോട് നോക്കടാ. അബ്രഹാമിന് എന്തില്ല?
അബ്രഹാമിന് ആട്, മാട്, ദാസന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അബ്രഹാമിന് മക്കളില്ല. മക്കളില്ലാത്ത അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ആകാശത്തിലോട്ട് നോക്കാൻ. അബ്രഹാം ആകാശത്തിലോട്ട് നോക്കിയിട്ട് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയാണ്, ആകാശത്ത് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ദൈവം സംസാരിക്കുന്ന വിവിധ രീതിയിലാണ്. ആമേൻ. അബ്രഹാമിനോട് ആകാശത്തോട് നോക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം ആകാശത്തോട് നോക്കി. ആകാശത്തോട് നോക്കിയപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മോനെ ആ നക്ഷത്രങ്ങൾ എണ്ണാൻ പറഞ്ഞു. അബ്രഹാം എന്ത് ചെയ്തു? എണ്ണി, അല്ലേ? അബ്രഹാം ആകാശത്ത് നോക്കി നക്ഷത്രങ്ങൾ എണ്ണാൻ പറ്റുമോ? കുറച്ചൊക്കെ എണ്ണി, അല്ലേ? സജിപ്രദൻ എണ്ണാൻ പറ്റുമോ? ആ. കുറച്ച് കഴിഞ്ഞപ്പോൾ എണ്ണൊക്കെ തെറ്റുന്നു, എണ്ണം തെറ്റുന്നു, അല്ലേ? എണ്ണം തെറ്റുന്നു. സ്വതന്ത്രം. അടുത്ത ദൈവം കടൽക്കരയിലേക്ക് കൊണ്ടുപോയി. രാത്രി എവിടെ കൊണ്ടുപോയി? കടൽക്കരയിലേക്ക് കൊണ്ടുപോയി. കടൽക്കരയിൽ ചെന്നിട്ട് ദൈവം പറഞ്ഞു താഴോട്ട് നോക്കാൻ പറഞ്ഞു. ആദ്യം ദൈവം എന്താ പറഞ്ഞേ? മേലോട്ട് നോക്കാൻ പറഞ്ഞു. അടുത്ത ദൈവം പറഞ്ഞതാ താഴോട്ട് നോക്കാൻ. അബ്രഹാം താഴോട്ട് നോക്കി. താഴോട്ട് നോക്കിയിട്ട് ദൈവം പറഞ്ഞു ആ മണൽത്തരി എണ്ണാൻ പറഞ്ഞു. ആമേൻ. അത് നോ ഡൗട്ട് അബ്രഹാം ഉടനെ പറഞ്ഞു, ദൈവമേ എനിക്ക് പറ്റത്തില്ല, എന്നെക്കൊണ്ട് കഴിയത്തില്ലത്. ദൈവം പറഞ്ഞു, എടാ മോനെ, ഇതുപോലെ ഞാൻ നിനക്ക് തലമുറയെ തരാൻ പോവാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുപോലെ ദൈവം എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ഞാനത് ആ ദൂത് ഞാൻ നിങ്ങളോട് പറയാനിടയാകും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാകാം, ചിലപ്പോൾ നമ്മൾ ജോലി സ്ഥലത്തിരിക്കുമ്പോഴാകാം, ചിലപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാകാം, ചിലപ്പോൾ നമ്മൾ അടുക്കളയിലിരിക്കുമ്പോഴാകാം, ചിലപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും പ്രവൃത്തിയിലായിരിക്കുമ്പോഴാകാം, ചിലപ്പോൾ നമ്മൾ ആലയത്തിലിരിക്കുമ്പോഴാകാം, ചിലപ്പോൾ നമ്മൾ ഉപവാസം ഇരിക്കുമ്പോഴാകാം, പല കാര്യത്തിലിരിക്കുമ്പോഴാകാം ദൈവം പലവിധമാണ് നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, എന്താ കാര്യം എന്നറിയോ? 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ ഇവിടെ നടുവിൽ ഞാൻ ഉണ്ട്. അതിന്റെ അർത്ഥം ഇതാ, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്യുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു. ശിഷ്യന്മാർ എന്ത് ചെയ്തു? എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. എന്താ സംഭവിച്ചേ? അവരുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടന്നു. എന്താ കാരണം? യേശു അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുവാൻ ഇടയായി. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകം, വെളിപ്പാട് പുസ്തകം, അവസാന അധ്യായം, അവസാന 2 വാക്യങ്ങളിലും കർത്താവ് പറഞ്ഞ് വേദപുസ്തകം അടയ്ക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഏത് വാക്യം മറന്നാലും ഈ വാക്യം മറക്കരുത്. ഹലോ, ഈ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ ഏത് വാക്യം മറന്നാലും ബൈബിളിലെ അവസാന ഈ വാക്യങ്ങൾ മറക്കരുത്. എന്താ അത്? വായിച്ചേ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ഇന്ന് രാത്രിയിലും ഈ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ എനിക്ക് വിളിച്ചു പറയാനുള്ള ദൂതിതാണ്, കർത്താവായ യേശു വേഗം വരുന്നു. കർത്താവായ യേശു വേഗം വരുന്നു. 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു പുസ്തകം നിർത്തുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്താണ് വെളിപ്പാട് യോഹന്നാന് ദൈവം നൽകിയ വെളിപ്പാടിൻ്റെ അവസാന വാക്ക് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇതല്ലേ കർത്താവ് പറഞ്ഞേ? ലോകാവസാനത്തോളം
എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അബ്രഹാമിനോട് കൂടെ ഇരുന്ന ദൈവം, ഇസഹാക്കിനോട് കൂടെ ഇരുന്ന ദൈവം, യാക്കോബിനോട് കൂടെ ഇരുന്ന ദൈവം, ആമേൻ സ്തോത്രം, മോശയോട് കൂടെ ഇരുന്ന ദൈവം, ജോസഫിനോട് കൂടെ ഇരുന്ന ദൈവം യോശുവയോട് പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടും കൂടെ ഇരിക്കും. ആമേൻ. അങ്ങനെ പഴയ നിയമത്തിലെല്ലാം നമ്മൾ കണ്ടത്, പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ശദ്രക് മേശക് അബേദ്നെഗോ തീച്ചൂളയിൽ വീണപ്പോൾ നാലാമനായി അവൻ കൂടെയിരുന്നു. ഹല്ലേലൂയ. സിംഹങ്ങളുടെ ഗുഹയ്ക്കകത്ത് ദാനിയേൽ വീണപ്പോൾ എൻ്റെ ദൈവ കർത്താവ് ഹല്ലേലൂയ തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി. എന്ന് വെച്ചാൽ കൂടെ ഇരുന്നു. ഇങ്ങനെ വേദപുസ്തകം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ കൂടെ ഇരുന്നു, നമ്മോട് കൂടെ ഇരുന്നു, നമ്മോട് കൂടെ ഇരുന്നു. അത് തന്നെയാണ് ഇന്ന് രാത്രി നമ്മളോടും കർത്താവിനെ പറയാനുള്ളത്. യേശു ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ ഇടയാകും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിന് പ്രകാരം തൻ്റെ മക്കളോട് കൂടെ അങ്ങ് ഇരിക്കണം. അങ്ങയുടെ സാന്നിധ്യവും കൃപയും തൻ്റെ മക്കളെല്ലാവരോടും ഈ നാളുകളിൽ കൂടെ ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും എല്ലാ നന്മകളാലും കർത്താവ് എല്ലാവരെയും ഇന്ന് രാത്രിയിൽ അങ്ങ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തൻ്റെ ജനത്തെ ഞാൻ ഇന്ന് രാത്രി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു.